ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാഷ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരാണ്. അങ്ങനെ ശ്രീജ പോയിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ച് എല്ലാവരും കൂടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. മാഷാണെന്നുണ്ടെങ്കിൽ വിക്രമിൻ്റെ തോളിൽ കൈയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ മാഷ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. മാഷിക്ക് കമലമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിക്രം അവിടേക്ക് വരികയാണ്. വിക്രം വന്നിട്ട് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് ഇരിക്കാണ്ട് ഇപ്പം അച്ഛൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ്. അച്ഛന് കഞ്ഞി ഇറക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഗ്ലൂക്കോസ് മാത്രമല്ലേ കുടിച്ചിരുന്നത്, അപ്പോൾ അതുകൊണ്ടായിരിക്കുള്ളൂ എന്ന് പറയുകയാണ്. അച്ഛന് എന്തെങ്കിലും ഓർമ്മയുണ്ടോ അന്നത്തെ സംഭവത്തിൽ എന്ന് ചോദിക്കുന്നുണ്ട് വിക്രം. അന്ന് അച്ഛൻ പുറത്തേക്ക് ഒറ്റയ്ക്കാണ് ഇറങ്ങിപ്പോയത്. ഒരു കട വരെ ചെല്ലുന്ന ഭാഗങ്ങളൊക്കെ CCTVയിലുണ്ട്. അതിനുശേഷമാണ് അച്ഛനെ കാണാതായിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല എന്ന് പറയുന്നേ. അന്നേരം വിക്രം പറയുന്നുണ്ട്, അച്ഛനൊന്ന് ആലോചിച്ച് നോക്കുക, എന്തെങ്കിലും ഒരു ക്ലൂ അച്ഛന് ഓർമ്മയുണ്ടോ നോക്കാനായിട്ട് പറയുമ്പോൾ അങ്ങനെ മാഷിങ്ങനെ ആലോചിച്ച ശേഷം പറയുകയാണ്, ഞാൻ അന്ന് പുറത്തേക്ക് വന്നത് നിന്നെ കാണാനാണ്. അവിടെ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഒരു തവണ കൂടെ നിന്നെ കൂട്ടി ആ ക്ഷേത്രത്തിലൊന്ന് പോകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ വരികയായിരുന്നു എന്ന് പറയുകയാണേ. പക്ഷെ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പിന്നിലെന്തോ വന്ന് അടിച്ചതുപോലെ തോന്നി. അങ്ങനെ ഞാൻ വീഴുകയും ചെയ്തു. പക്ഷേ പിന്നീട് എനിക്കൊന്നും ഓർമ്മയില്ല എന്ന് പറയുകയാണേ. അപ്പോൾ അങ്ങനെ വിക്രം ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ ചോദിക്കേണ്ട, അച്ഛന് തലവേദന എടുക്കണമെന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് വിക്രം പോകുമ്പോൾ വിക്രമിൻ്റെ കൈ പിടിച്ച് വീണ്ടും അവിടെ തന്നെ ഇരുത്താണ് മാഷ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും മലയ്ക്ക് പോയിട്ട് വായോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ, എന്താണ് അച്ഛാന്ന് ചോദിക്കുമ്പോൾ, നീ എന്തായാലും പോയിട്ട് വായോ, എനിക്ക് കുറച്ച് കടങ്ങൾ തീർക്കാനില്ലേ നിന്നോട് എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ വിക്രം അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുകയാണ്. അങ്ങനെ കമലാമ്മ കരയാണെന്ന് മാഷ് ചോദിക്കുന്നുണ്ട്, കമലേ നീ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കുമ്പോൾ കമലാമ്മ പറയുകയാണേ, ഇങ്ങനെ ഒരു കാഴ്ച കാണാനായിട്ട് എത്ര നാൾ കാത്തിരുന്നു ഞാൻ. മനസ്സ് നിറഞ്ഞപ്പോൾ കണ്ണ് തുളുമ്പിപ്പോയതാണ്. ഇത് സങ്കടം കൊണ്ടുള്ള കരച്ചിലൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമലാമ്മ ഇങ്ങനെ മാഷിയുടെ തോളിലേക്ക് വീഴാണ്. ഇതേ സമയം വേദയാണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ആലോചിച്ചിരിക്കുന്നത് വിക്രം കണ്ടുവരികയാണ് കേട്ടോ. അപ്പോൾ വിക്രം അവിടെ നിന്ന് നോക്കിയിട്ട് വേദയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അച്ഛനായിട്ട് സംസാരിച്ചു. അച്ഛൻ പറഞ്ഞത് അച്ഛൻ നടന്നു പോകുന്ന സമയത്ത് ബാക്കിൽ കൂടെ എന്തോ വന്ന് അടിച്ച് വീഴ്ത്തിയതാണെന്നാണ്. അങ്ങനെ അതിന് ശേഷം പിന്നീട് അച്ഛനൊന്നും ഓർമ്മയില്ല എന്നാണ് പറയുന്നത്. എത്ര ശ്രമിച്ചിട്ടും അച്ഛനതൊന്നും ഓർത്തെടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ മാത്രമേ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ. വേദ തനിക്ക് എന്ത് തോന്നി ഈ കാര്യത്തിൽ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ വേദ പറയാണ്, നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് എന്തൊട്ട് കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് പറയട്ടോ. എന്നാലും വെൽ പ്ലാൻഡ് ആയിട്ടാണ് ഈ ഒരു കിഡ്നാപ്പിംഗ് നടന്നിട്ടുള്ളത്. ഉറപ്പായിട്ടും അച്ഛനെ തട്ടിക്കൊണ്ട് പോയത് തന്നെയാണ്. പക്ഷെ തട്ടിക്കൊണ്ട് പോകുന്ന ആൾക്കാർക്ക് ഒരു ലക്ഷ്യം ഉണ്ടാവുമല്ലോ. അതെന്തായാലും എൻ്റെ ശത്രുക്കളായിരിക്കും അച്ഛനെ തട്ടിക്കൊണ്ടുപോയത്, അല്ലാതെ അച്ഛനെ ആരും ശത്രുക്കളായിട്ടൊന്നുമില്ല. അങ്ങനെ എൻ്റെ ശത്രുക്കളാരെങ്കിലും അച്ഛനെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ തന്നെ അവർ എന്നെ കോണ്ടാക്ട് ചെയ്യുമല്ലോ. എന്നിട്ട് അവരുടെ ഡിമാൻഡ് പറയുമല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അച്ഛനെ തിരികെ കൊണ്ടുവന്ന് ആക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ എന്തായിരിക്കും അവരുടെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അന്നേരം വേദയ്ക്കൊന്നും പറയാൻ പറ്റുന്നില്ല കേട്ടോ. വേദം മിണ്ടാതിരിക്കുകയാണ്. നീ എന്താ ഒന്നും പറയാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദ പറയും, എനിക്കെന്ത് പറയാൻ, എനിക്ക് ഒന്നും പറയാനായിട്ട് അറിയില്ലേ, നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല എനിക്കറിയുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം വേദ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണേ. പോകുമ്പോൾ വിക്രമിന് ആകെ എന്തോ പോലെ തോന്നിട്ട് വേദമൊന്നും സംസാരിക്കുന്നില്ല, കാര്യമായിട്ട് മറുപടി ഒന്നും പറയുന്നില്ല എന്ന് കാണുമ്പോൾ വേദ പോകുമ്പോൾ വേദയുടെ കൈ പിടിച്ച് തിരിച്ചിങ്ങോട്ട് എന്നെ നിർത്തുന്നുണ്ട് കേട്ടോ. വലിച്ച് താഴത്തേക്ക് നിർത്തുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, താൻ എന്തൊന്നും പറയാത്തതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേദ പറയുന്നുണ്ട്, കിഡ്നാപ്പും പ്ലാനിങ്ങും ഒക്കെ നിങ്ങളുടെ തൊഴിലാണല്ലോ, അപ്പോൾ നിങ്ങൾക്കായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള അറിവുകളൊക്കെ ഉണ്ടാവുക. ഇതൊന്നും എൻ്റെ ജോലിയല്ലല്ലോ, അതുകൊണ്ട് എനിക്കിതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് അറിയില്ല, എനിക്കതിൽ കൂടുതലൊന്നും പറയാനുമില്ല എന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകും. അപ്പോൾ വിക്രമിന് ആകെ ഒരു സങ്കടം പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ കാണിക്കുന്നത് ഈ വിക്രമിൻ്റെ ഫോണിലേക്ക് ശ്രീനിവാസൻ സാറ് വിളിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ട് വിക്രം എന്ന് ചോദിക്കുമ്പോൾ, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല സാർ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും താനൊരു കാര്യം ചെയ്യും, നാളെ ഇങ്ങോട്ട് വായോ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. പിന്നെ അച്ഛൻ്റെ ഈ ഒരു തിരോധാനത്തിന് പിന്നിൽ, കിഡ്നാപ്പിങ്ങിന് പിന്നിൽ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണമെന്ന് പറയാൻ കേട്ടോ. ശരി സാറേ, ഞാൻ നാളെ രാവിലെ തന്നെ വരാമെന്ന് പറയാം കേട്ടോ. ഇതേ സമയം ശ്രീനിവാസൻ്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ലഡു വിതരണവും ആൾക്കാരും ബഹളമൊക്കെയാണ് കേട്ടോ. രാഷ്ട്രീയ നേതാവായിട്ട്, അതായത് ഇലക്ഷനിൽ നിൽക്കാനായിട്ട് ആൾക്ക് പറ്റി, അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പോഴേക്കും വിക്രം വരികയാണ്. അപ്പോൾ വിക്രം സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അറിഞ്ഞു സാർ, ഞാൻ അറിഞ്ഞു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സുധ ലഡു കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും ബൈ ഇലക്ഷന് നിൽക്കാൻ നന്നായി, ഇപ്പം നിൽക്കാൻ പറ്റിയല്ലോ
കഴിഞ്ഞ തവണയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്യാപ്പിലല്ലേ സാറിന് ഒരു സ്ഥാനാർത്ഥി സ്ഥാനം നഷ്ടപ്പെട്ടെന്നൊക്കെ വിക്രം പറയാണ് കേട്ടോ. എന്തായാലും സാറില്ല, ഇപ്പം എന്തായാലും അതിന് സാധിച്ചല്ലോ. ഇനിയിപ്പോൾ നമുക്ക് 3 ഗ്രൂപ്പുകളായിട്ട് വേണം കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട്. 35 വയസ്സ് വരെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പും, അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് വരെയുള്ള ആൾക്കാർക്കുള്ള ഒരു ഗ്രൂപ്പും, അതിന് ശേഷമുള്ളവർക്ക് ഒരു ഗ്രൂപ്പ്, അങ്ങനെ വേണം നമ്മൾ ക്യാമ്പയിൻ നടത്താനായിട്ട്. അതിൽ യൂത്ത് വിങ്ങിൻ്റെ ക്യാമ്പയിൻ നടത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം മുഴുവനും വിക്രമിനാണെന്ന് പറഞ്ഞിട്ട്. അയ്യോ സാറേ ഞാനോ നമ്മുടെ ക്യാമ്പയിൻ നടത്തുമ്പോൾ എല്ലാവരും തന്തവൈബുള്ളവരാണെന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ പോലെ ഒരു ചുറുചുറുക്കുള്ള ഒരാൾ യൂത്ത് വിങ്ങിൻ്റെ ക്യാമ്പയിൻ നടത്തുന്നത് നല്ലതായിരിക്കും, താൻ തന്നെ അതിന് ചെയ്താൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിക്രം അതിന് സമ്മതിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അന്നേരം വ്യക്തമായിട്ടുള്ള പ്ലാനും കൂടി കൂടിയിട്ട് കൊണ്ടുപോയിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ ശ്രീനി സാറ് പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പിള്ള സാറിനോടൊന്ന് പറയട്ടെ, DGPനെ വിളിച്ചിങ്ങാണ്ട് സംസാരിക്കാനായിട്ട്. ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കണം എന്ന് തന്നെ പറയുകയാണ്. പക്ഷേ ഒരു തുമ്പുമില്ല സാറേ, അച്ഛൻ ഇതിനെക്കുറിച്ച് യാതൊരു വിധ ഓർമ്മയും എന്ന് പറയാൻ കേട്ടോ. ഇതിനേക്കാളും കോംപ്ലിക്കേറ്റ് ആയിട്ടുള്ള കേസുകളൊക്കെ നമ്മുടെ പോലീസ് കണ്ടുപിടിച്ചിട്ടില്ലേ വിക്രം, നീ വിഷമിക്കാതിരിക്കും, നമുക്കതിനെക്കുറിച്ച് എന്തായാലും കാര്യമായിട്ട് അന്വേഷണമൊക്കെ നടത്തണം. അപ്പോൾ എന്തായാലും നമുക്ക് പാർട്ടി ഓഫീസിലേക്ക് പോകാം, നീയും കൂടെ എൻ്റെ കൂടെ വായെന്ന് പറഞ്ഞിട്ട് വിക്രമിനെ വിളിച്ച് പാർട്ടി ഓഫീസിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് നമ്മുടെ വേദന ഫോണിലേക്ക് ശ്രീകാന്ത് വിളിക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് വേദനയോട് പറയാണ്, അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാണ്, നിന്റെ പുതിയ തീരുമാനം ഉണ്ടല്ലോ അത് എന്തുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നും. കാരണം നിന്റെ തല്ലിപ്പൊളി ഭർത്താവിൻ്റെ സ്വഭാവം നീ നേരിട്ട് കണ്ടോ, ഞാനൊരു ലിങ്ക് അയച്ചു തരാം, ആ ലിങ്കിൽ കയറിയിട്ട് നീ ഇപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ കണ്ടു നോക്കാൻ പറയുകയാണേ. അങ്ങനെ ആ ലിങ്ക് അയച്ചു കൊടുക്കുകയാണ്. വേദയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പാർട്ടി ഓഫീസിൽ ഇരുന്നിട്ട് ശ്രീനി സാറ് പ്രസംഗിക്കുന്നതും അതിൻ്റെ ബാക്കിൽ വലിയ ആളായിട്ട് നമ്മുടെ വിക്രം നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാർട്ടിയിലെ കാര്യങ്ങളും മറ്റുള്ള ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ യൂത്തിൻ്റെ ക്യാമ്പയിനിങ് നടത്തുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും വിക്രമാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇനി പാർട്ടിക്ക് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന ആൾ വിക്രമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അതുകൊണ്ട് വേദിക്ക് ആകെ വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. വീണ്ടും ശ്രീനി സാറിൻ്റെ കൂടെ കൂടിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ കാണിക്കുന്നത് ശ്രീധരൻ തേരാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചക്രപാണി സാറ് വേദന വിളിപ്പിക്കാനൊക്കെ കേസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അത് മൂവ് ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം 27-ാം തീയതിയാണ് കേസ് വിളിപ്പിച്ചുള്ളത്. പക്ഷേ അതിന് മുമ്പ് തന്നെ അയാൾക്ക് സ്ഥാനാർത്ഥിയാവാനുള്ള അവസരം കിട്ടിയല്ലോ എന്നൊക്കെ ശ്രീധരൻ പറയുകയാണ്. ഇതൊക്കെ നടക്കുമ്പോഴും അങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേസ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് അയാൾ സ്ഥാനാർത്ഥിയാവാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ. കേസ് ഇപ്പം എന്തായാലും നമ്മൾ കൊടുത്തെന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെ വിധിയാവാനൊന്നും പോകുന്നില്ല. ചിലപ്പോൾ അയാളുടെ MLA ആ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ചിലപ്പോൾ കേസിൻ്റെ വിധി വരാമെന്നൊക്കെ പറയാൻ കേട്ടോ. അയ്യോ അത്രയും നാളൊക്കെ പിടിക്കുമെന്ന് ശ്രീധരൻ ചോദിക്കുകയാണ്. അന്നേരം അങ്ങനെയല്ല, ഇപ്പോൾ ഞാനൊരു വയസ്സായിരിക്കുന്ന സമയത്താണ് ഒരു അടിവസ്ത്രത്തിൻ്റെ തിരിമറി നടത്തിയ ഒരു മന്ത്രിനെ എതിരെ കേസ് കൊടുത്തിട്ട് അതിന് ശിക്ഷ വന്നത് ഇപ്പം അടുത്താണ്. 25 വർഷം വേണ്ടി വന്നില്ലേന്ന് ചോദിക്കാൻ കേട്ടോ. അയ്യോ 25 വർഷമൊന്നും കേസ് നടത്താനുള്ള ത്രാണിയൊന്നും ഈ ശ്രീധരേട്ടനില്ല മോളെ, അത്രയൊന്നും വേണ്ടി വരില്ല. എന്തായാലും നമ്മുടെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജയിക്കുന്നതിന് വേദ പറയുകയാണ്. പിന്നെ കാണിക്കുന്നത് വാസവനും ചന്ദ്രശേഖരൻ ശ്രീകാന്ത് കൂടെ സംസാരിക്കുകയാണ്. അങ്ങനെ ഇലക്ഷൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ ഇലക്ഷന് ശ്രീധരൻ അത്രയ്ക്ക് വോട്ടൊന്നും കിട്ടൂല എന്നൊക്കെ ചന്ദ്രശേഖരൻ പറയുമ്പോൾ അങ്ങനെ അങ്ങോട്ട് താഴ്ത്തിക്കെട്ടാനൊന്നും നോക്കണ്ട, ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കും എന്നൊക്കെ പറയാൻ കേട്ടോ. അയാൾ പണം ഒഴുക്കിയിട്ട് അയാൾ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ വാസവൻ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയാണ്, പണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് വാസവൻ വിഷമിക്കൊന്നും വേണ്ട, പണം നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷേ പണം ഒഴുക്കിയ പണം തിരിച്ചു പിടിക്കാനായിട്ട് അധികാരത്തിൽ വന്നാൽ നടക്കുമല്ലോ എന്നൊക്കെ ശ്രീകാന്ത് പറയുകയാണ്. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ നമ്മൾ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ട് പോകണം എന്ന് പറയാൻ കേട്ടോ. നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കണം നമ്മുടെ ശ്രീനിവാസനെതിരെ. അന്നേരം വാസവൻ ചോദിക്കുന്ന പ്രശ്നമോ, എന്ത് പ്രശ്നം? അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, അതെ എന്തെങ്കിലും ഒരു പോസ്റ്റ് കീറിയതോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു തീപ്പൊരി ഇട്ട് കൊടുക്കാം, അതിൻ്റെ ഇടയ്ക്ക് വിക്രം വന്ന് പെടണം, ആ സമയത്ത് അവൻ ഇല്ലാതാവണം എന്ന് പറയാണ് കേട്ടോ ശ്രീകാന്ത്. അപ്പോൾ വാസവൻ പെട്ടെന്ന് എന്തേ പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞത് എന്താ പ്രശ്നം, വാസവൻ ആദ്യമായിട്ടാണോ കൊലാന്ന് കേൾക്കുന്നത് എന്ന് ചന്ദ്രശേഖരൻ ചോദിക്കുകയാണ്. അല്ല, ഞാനും വിക്രവും തമ്മിൽ അത്ര വലിയ ശത്രുതകളൊന്നും ഇപ്പം ഇല്ല, വരുണുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നിലവിലുണ്ടായിരുന്നത്. ഇപ്പോൾ വരുണും അവരും തമ്മിൽ എന്ന് പറയുമ്പോൾ വരുണിന് എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ടുണ്ടോ വിക്രം ചോദിക്കണം. അതറിയില്ല, പക്ഷേ ദീപ്തിയും വരുണും വേദനയും വിക്രമിനെ കാണുന്നുണ്ട് എന്നൊക്കെ എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. അതിനെക്കുറിച്ചൊന്നും വാസവൻ വിഷമിക്കേണ്ട, നമ്മൾ ഈ പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയിൽ ഈ വിക്രം ഇല്ലാതാവണം.
വാസവൻ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്യും. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ വരുണും ദീപ്തിയും തമ്മിലുള്ള എൻഗേജ്മെൻറ്റ് നമുക്ക് നടത്താം എന്നൊക്കെ പറഞ്ഞിട്ട് വാസവൻ അങ്ങോട്ട് അവർ ചാക്കിലാക്കുകയാണ് കേട്ടോ ശരിക്കും. അപ്പോൾ വാസവനാണെന്നുണ്ടെങ്കിൽ അല്ല, എന്നാലും ഒരാൾ ഇല്ലാതാക്കാന്നൊക്കെ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് വാസവൻ അത്ര വലിയ ഇതൊന്നും തോന്നുന്നില്ല കേട്ടോ ഈ ഒരു കാര്യത്തിൽ. പക്ഷെ ശ്രീകാന്ത് പറയാണ് അതിനെക്കുറിച്ചൊന്നും പേടിക്കൊന്നും വേണ്ട, എനിക്കെന്തായാലും അവൻ ഇല്ലാതായേ പറ്റൂ എന്ന് ശ്രീകാന്ത് പറയാൻ കേട്ടോ. അങ്ങനെ അവസാനം വാസവനും അതിന് സമ്മതിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ കെട്ടുനിറയാണ് കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ കെട്ടുനിറയ്ക്ക് വേദയാണെന്നുണ്ടെങ്കിൽ വലിയ സങ്കടത്തോട് കൂടിയിട്ടാണ്, പക്ഷെ വിക്രമാണെന്നുണ്ടെങ്കിൽ വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ വേദന നോക്കുന്നതൊക്കെ. വേദ വിക്രമിനെ യാത്ര അയക്കുമ്പോൾ വല്ലാതെ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ വിക്രമിനെ യാത്ര അയക്കുന്നത്. അങ്ങനെ വിക്രമിൻ്റെ മലയ്ക്ക് പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ മലയ്ക്ക് പോയി തിരിച്ചു വരുന്ന വിക്രം കാണുന്നത് വേദയില്ലാത്ത വീടാണ്. അതായത് വിക്രം മലയ്ക്ക് പോയിരുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മളെ വേദ വിക്രമിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയിട്ട് കമലാമ്മ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല എന്ത് കാരണം കൊണ്ടാണ് വേദ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നുള്ള കാര്യം. എല്ലാവരും സങ്കടത്തോട് കൂടിയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ വിക്രം തിരിച്ചു വരുന്ന സമയത്ത് വേദ വീട്ടിലുണ്ടാവില്ല. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രേമമുള്ളത്.